കെ.എൻ. ബാലഗോപാൽ പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു. കെ.എൻ. ബാലഗോപാൽ പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന വിശദീകരണവുമായി സ്പീക്കറുടെ ഓഫീസ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായേ, വ്യാജ വാർത്തയായിരുന്നു. മുറി ആവശ്യപ്പെട്ടു എന്ന് സ്പീക്കർ പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ചെയ്തത്. ഉപനേതാവിന്റെ മുറിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകണമെന്ന നിയമവശമാണ് പരാമർശിച്ചത്. സ്പീക്കറുടെ പ്രതികരണം അനുചിതമെന്ന് കെ.എൻ. ബാലഗോപാൽ വിമർശിച്ചതിന് പിന്നാലെയാണ് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. ആദിൽ പാലോട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു ഇപ്പോൾ എന്നാണോ മനസ്സിലാക്കുന്നത്? കാരണം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ചില മാധ്യമങ്ങളൊക്കെ കെ.എൻ. ബാലഗോപാൽ സ്പീക്കറോട് ഈ പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി ആവശ്യപ്പെട്ടു, അതിന്റെ താക്കോൽ ആവശ്യപ്പെട്ടു തുടങ്ങിയ വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. ആ വാർത്തകളെല്ലാം വ്യാജമാണ്. അങ്ങനെ മുറി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണോ ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്? അതിൽ പലോൺ. ഉറപ്പായും അരുൺകുമാർ, CPM തമ്മിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി ഇപ്പോഴും ഒരു തീർപ്പിലെത്തിയിട്ടില്ല. അതിനിടെയാണ് കെ.എൻ. ബാലഗോപാൽ ഉപനേതാവിന്റെ മുറി തനിക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കറെ സമീപിച്ചു എന്ന വാർത്ത പ്രചരിച്ചത്. അതിനെ തുടർന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മറുപടിയായി സ്പീക്കർ പറഞ്ഞിരുന്നത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദില്ലിയിലാണുള്ളത്, ദില്ലിയിൽ വെച്ച് പറഞ്ഞിരുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് തരട്ടെ, ആരാണ് ഉപനേതാവ്, എന്നാൽ ആ പരിഗണന അപ്പോൾ നൽകാം എന്നുള്ളതായിരുന്നു. അത് വലിയ തോതിൽ ചർച്ചയായതിന് പിന്നാലെ സ്പീക്കർ കുറച്ചുകൂടി പക്വതയോടുകൂടി സംസാരിക്കണം എന്ന വിമർശനം കെ.എൻ. ബാലഗോപാലും പറഞ്ഞു. ഏതായാലും അവസാനം ഇപ്പോൾ ഒരു തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കെ.എൻ. ബാലഗോപാൽ അങ്ങനെ ഒരു മുറി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സ്പീക്കറുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. മാത്രമല്ല, PAC ചെയർമാൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ നിയമസഭയ്ക്കുള്ളിൽ, പ്രധാന സഭാ കെട്ടിടത്തിനുള്ളിലല്ല, മറ്റൊരു ബിൽഡിങ്ങിൽ ഒരു മുറി അനുവദിക്കാറുണ്ട്. അത് അനുവദിച്ച് നൽകുകയും ചെയ്യും. ആ മുറി പോലും വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഈ തർക്കങ്ങൾ എവിടെ വന്നു എന്നറിയില്ല. നിയമവശം, പ്രതിപക്ഷ നേതാവ് കത്ത് തന്നാൽ ഉപനേതാവിന് മുറി അനുവദിക്കുക എന്നുള്ളതാണ് നിയമവശം. ആ നിയമവശം താൻ പറയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒരു തരത്തിലുള്ള ആശയവിനിമയവും നടന്നിട്ടില്ല എന്നാണ് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. അരുൺ, ഓക്കെ, അപ്പോൾ അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബാക്കി പ്രചരിച്ചതെല്ലാം വ്യാജ വാർത്തകളായിരുന്നു. പ്രതിപക്ഷ ഉപനേതാവിന് വേണ്ടിയിട്ട് മുറി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു താക്കോൽ നൽകാമെന്ന് സ്പീക്കറുടെ ഓഫീസ് പറഞ്ഞിട്ടുമില്ല എന്നതാണ്. അപ്പോൾ ബാക്കി പ്രചരിച്ചതെല്ലാം വ്യാജ വാർത്തകൾ.